ഈ മോളുടെ പോസ്റ്റിന് താഴെയൊക്കെയാണ് ഒരുപാട് സൈബർ അറ്റാക്കുകൾ വരുന്നത്. മോളൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അവള് ഭയങ്കര ബോൾഡാണ്. അവളതാണ് അന്ന് ഞാൻ പോലും അറിയാതെ അന്ന് അവളാ ലൈവ് പോയത്. എന്ത് പറഞ്ഞത് കണ്ടപ്പോൾ മോളുടെ അടുത്ത് വേണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നമുക്ക് അത് ചെയ്യണ്ടായിരുന്നല്ലോ, വെറുതെ അതിൻ്റെ ഇടയിൽ തെറിയല്ലേ വരുള്ളൂ, അത് കുഴപ്പമില്ല ഹാപ്പിയെന്നു. പക്ഷേ മോളുടെ പേജിൻ്റെ ഇടയിൽ വന്ന് നമ്മൾ അറ്റാക്ക് നടത്തിയേക്കുന്നവർക്കെല്ലാം എതിരെ. പക്ഷെ ഞാൻ കൂടുതലും നോക്കുമ്പോൾ എല്ലാം ഫേക്ക് ഐഡിയ. അത് എൻ്റെ അടുത്ത ചോദ്യങ്ങളിൽ തന്നെ അതാണ്. അതെങ്ങനെ ഒരിക്കലും സൈബർ അറ്റാക്ക് ചെയ്തതിനെതിരെ നമ്മൾ ഞാൻ മൊത്തം സാധനം എടുത്ത് നോക്കുമ്പോൾ വളരെ കുറച്ച് ആൾക്കാർ ജെന്യുവനല്ലോ, ബാക്കിയെല്ലാം ഫേക്ക് ഐഡിയ. ഇതിനു വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചിട്ട് തെറി പറയുന്നതാണ് കാണുന്നത് മുഴുവൻ. ഒരു ഫോളോവർ 2 ഫോളോവർ പെട്ടെന്ന് ഒരു സാധനം ഉണ്ടാക്കി, ഒരു ഐഡിയ ഉണ്ടാക്കി അതിനകത്തുനിന്ന് തട്ടിവിട്ടേക്കാണ്. ഇതെന്തോ കൂലിക്ക് ആളെ ഇരുത്തി ചെയ്യിക്കുന്നതാണ്. ആരാന്നുള്ള സാധനം ഞാനിപ്പോൾ എനിക്കറിയില്ല. ഇതിൻ്റെ പിന്നിൽ വൻ കളിയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ആദ്യം ഇതിന് പിന്നിൽ ഒരു വൻ ഗൂഢാലോചന എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വരുന്ന തെറി മുഴുവൻ ഇന്നടി വന്നുകൊണ്ടിരിക്കുന്നത്. ആരും അല്ലെങ്കിൽ ജെനുവിൻ ഐ ഡിയിൽ നിന്ന് വരട്ടെ. ജെനുവിൻ ഐ ഡിയിൽ നിന്ന് ഒരാളുടെ ഐ ഡിയിൽ നിന്നും വന്നിട്ടില്ല. ഈ തെറി മുഴുവൻ വരുന്നതും ഈ ചീത്ത പറയുന്നതെല്ലാം ഫേക്ക് ഐ ഡികളാണ്. ഈ ഒരാളുടെ ക്യാരക്ടർ അസാസിൻ ചെയ്യുന്നു എന്ന ആ ഒരു പ്രൊസീജിയറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കയുടെ ഒരു ക്രെഡിബിലിറ്റി കളയുക എന്ന് പറയുന്നത്. നമ്മൾ ക്രെഡിബിലിറ്റി നശിപ്പിക്കുക എന്ന് പറഞ്ഞ സാധനം. കാരണം ആ ക്രെഡിബിലിറ്റി രണ്ടാമത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് പറ്റിക്കൊള്ളണം എന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഒരു 100% പഴയ രീതി വന്നുകൊള്ളണം എന്നില്ല. 10% പേര് ആ കണ്ണിൽ കൂടെ തന്നെ തെരുവിളിച്ച് പോകുന്നുണ്ട്. ഈ നമ്മളുടെ നിയമവ്യവസ്ഥയിലെ ക്രെഡിബിലിറ്റി നശിപ്പിക്കുന്നതിന് എന്ത് ശിക്ഷയായിരിക്കും തിരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് സൈബർ അറ്റാക്ക് എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോയാലും എന്ത് പ്രതിവിധി ഉണ്ട് നിയമത്തിൽ? എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല. നിയമത്തിന്റെ വഴി പ്രത്യേകിച്ച് കേസ് കൊടുക്കാന്നുള്ളതിനപ്പുറം അതിന് വേറെ എന്ത് സംഭവിക്കുന്നില്ല. എന്ത് സംഭവിക്കുന്നു എന്നത് നമുക്കറിയാൻ മേല. നമുക്ക് കൊടുക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഈ അസോസിയേഷനിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചർച്ചകളോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആൾക്കാരെ വിളിക്കുകയോ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാം അസോസിയേഷന്റെ ആൾക്കാരും എല്ലാത്തിൻ്റെയും ഇപ്പം അമ്മയെന്നാണെങ്കിലും എല്ലാ ആൾക്കാരും വിളിച്ചിട്ടുണ്ട്. അമ്മയിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറയും അദ്ദേഹം. പക്ഷെ അങ്ങനെ ഒരു പരാതിയായിട്ട് എൻ്റെ അമ്മയെന്ന് അങ്ങനെ ഒരു എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, നിങ്ങളൊന്നും വന്നൊന്നും പറഞ്ഞ് അങ്ങനെ എന്നെ അമ്മയിൽ നിന്നൊന്നും ഇവരെ വിളിച്ചിട്ടില്ല. എനിക്കും അത് ആ ഒരു കടം കൊടുത്തതിന് ഒരു പരാതി എടുക്കാൻ പറ്റുന്നല്ലേ. അസോസിയേഷൻ ഒരിക്കലും ഇങ്ങനെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പൈസ കൈമാറലെന്നും അസോസിയേഷന് പരാതി എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാനൊരു സിനിമയ്ക്ക് അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം എനിക്ക് അഡ്വാൻസ് തന്നിട്ട് ആ പ്രൊജക്റ്റ് നടക്കാതെ ഞാൻ തിരിച്ചു കൊടുക്കാതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അസോസിയേഷനൊക്കെ വഴി ഇടപെടാൻ പറ്റും. സിനിമ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണെങ്കിൽ അസോസിയേഷൻ ഇടപെടും. ഇത് സിനിമ സംബന്ധിച്ചിട്ടുള്ള കാര്യമല്ല, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത്. ഇപ്പം നമ്മളെപ്പോഴും കാണുമ്പോൾ മഞ്ജു ചേച്ചി ഇക്കയുടെ ഒരു ബാക്ക് ബോൺ ആയിട്ട് എപ്പോഴും കൂടെ ഉണ്ട്. ഭയങ്കര ബോൾഡായിട്ടാണ് മഞ്ജു ചേച്ചി നമ്മൾ കണ്ടിട്ടുള്ളത്. ചേച്ചിയുടെ ഒരു പ്രതികരണം എന്താണ്? ഈ ആദ്യത്തെ തൊട്ടോ ഇഷ്യൂ വന്ന് പിന്നെ ഇന്ന് വരെ എന്തിട്ട് കഴിഞ്ഞാലും സൈബർ അറ്റാക്കും കാര്യങ്ങളും തെറിവിളി തന്നെ ആയിരിക്കും. അല്ല, അതിപ്പോൾ ഞങ്ങൾ ആസ്വദിച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞത് എങ്ങനെ കണ്ടോളാൻ പറഞ്ഞു. നിങ്ങൾ എന്ത് പോസ്റ്റ് വേണേലും ഇട്ടു, അടി തെറിവെന്നൊക്കെ കേട്ടു കണ്ടു, കമൻറ്റ് നോക്കാനേ നിൽക്കേണ്ട. നിങ്ങൾ ആസ്വദിച്ചോളൂ എന്നാണ് ഞാൻ പറഞ്ഞത് എല്ലാവരോടും. ഞാനിടുന്നുണ്ടല്ലോ എപ്പോഴും പോസ്റ്റ്. നോക്കിയാൽ തെറിയാ, നോക്കണില്ല. എനിക്കിടാനുള്ള പോസ്റ്റ് ഞാൻ അങ്ങോട്ട് ഇടും. ഞാൻ ഇന്ന് പിന്നെ ഈ ഷാഫിക്കടെ ഇതിട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് നോക്കിയപ്പോൾ അത് പിന്നെ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. ഹരീഷ് കണാനുമായിട്ട് ഏറ്റവും അടുത്തുള്ള ഷാഫിക്ക. ഈ ഇടുന്നവർക്ക് എന്താ കഥ എന്ന് പറയാൻ പാടുള്ളതാ. ഇട്ടാ വാദക്ഷ പോസ്റ്റ് ഇട്ടു എന്നാ തെറി വിളിച്ചേക്കാം. ഇങ്ങനെ വിളിക്കുന്നവരുണ്ട്. കഥ എന്താന്ന് കഥ അറിയാതെ അടങ്ങാൻ ഒരുപാട് ആളുകളുണ്ട്. തെറി വിളിക്കാൻ വേണ്ടി മാത്രം ഉള്ളവര്. ഈ മറ്റൊരു കാര്യം ഇപ്പൊ ഇക്ക തന്നെ പറഞ്ഞു, ഒരു ഗ്യാപ്പ് വന്നു ഇക്കയുടെ സിനിമകൾ. ഞാൻ കാണുമ്പോഴൊക്കെ 8ഉം 10ഉം സിനിമകൾ ഒരേ സമയം പൊക്കോണ്ടിരിക്കുന്ന ഒരു ബാദുഷ ഞാൻ കണ്ടിട്ടുണ്ട്. ബാദുഷ ഞാൻ എത്ര വർഷമായിട്ട് എനിക്ക് അറിയുന്ന ആളാണ്. പിന്നീട് പ്രൊഡ്യൂസർ ആവുന്നത്, അതിനുശേഷം ഒരു ഗ്യാപ്പുകൾ സിനിമയിൽ വരുന്നത്. ഇപ്പൊ 1-2 സിനിമകളാണ് ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത്. ഇക്കയുടെ കരിയറിന് ഈ ഒരു ഗ്യാപ്പ് വരാനുള്ള റീസൺ എന്തുകൊണ്ടായിരിക്കും? ഞാൻ പറയാം, സിനിമ നമ്മൾ പ്രൊഡക്ഷൻ സൈഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ അതിൽ കൊടുക്കേണ്ടി വരും. പിന്നെ അത് നമുക്ക് സാമ്പത്തികമായി ബാധ്യതയിലോട്ട് മാറുമ്പോൾ പിന്നെ നമുക്ക് പിന്നെ ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റില്ല. പിന്നെ ഇതെങ്ങനെ ഈ ബാധ്യത തീർക്കാൻ പറ്റുമെന്നുള്ള ചിന്തകളും അടുത്ത പ്രൊജക്റ്റുകൾ കൊണ്ടുവരിക, എങ്ങനെയെങ്കിലും തീർക്കണമെന്നുള്ള ആവശ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ഓട്ടങ്ങളാണ്. അപ്പോൾ നമുക്കൊരു പടം ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ ഒരു സിനിമ ഏറ്റെടുക്കാനോ പറ്റാത്തൊരു സാഹചര്യമാണ്. അങ്ങനെ വരുന്നതാണല്ലേ. നമുക്ക് പിന്നെ നമ്മൾ വിജയമായിരുന്നെങ്കിൽ നമുക്ക് ഈ ടെൻഷനില്ല, പിന്നെയും നമുക്ക് എത്ര പടം വേണേലും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ പരാജയം നേരിട്ടപ്പോൾ നമുക്ക് അതിൻ്റെ ഇനി എങ്ങനെ മാറ്റിയെടുക്കാം, അതിനുള്ള പ്രോജക്റ്റുകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അങ്ങനെ അതിൻ്റെ കാര്യങ്ങളുമായിട്ട് ഓട്ടം. പക്ഷേ എനിക്ക് സിനിമ കുറവാണെങ്കിലും ജനങ്ങൾക്കറിയില്ല കേട്ടോ. എന്നെ എപ്പോഴും സജീവമായിട്ട് തന്നെ ആൾക്കാർ കാണുന്നുണ്ട് എല്ലായിടത്തും. സിനിമയ്ക്കുള്ളിൽ മാത്രമേ സിനിമ കുറവാണെന്നുള്ള കാര്യങ്ങൾ അറിയുന്നുള്ളൂ. പൊതുജനങ്ങൾ അറിയുന്നില്ല. അവരുടെ മുമ്പിൽ ഞാൻ എപ്പോഴും സജീവമായിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഉണ്ടാവും, എവിടെയാണെങ്കിലും ഉണ്ടാവും. ഈ
മാറ്റനിയുടെ ബാനറിൽ എടുത്ത് വെച്ചിട്ട് റിലീസ് ആവാൻ ഇനിയും സിനിമകളില്ലേ? മാറ്റിനിയുടെ ബാനറിൽ സിനിമയൊന്നും ചെയ്തിട്ടില്ല. അല്ല, ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ട് ഇല്ല ഇല്ല, എല്ലാം റിലീസ് കുറെ ഡിലേ വന്നിട്ടുള്ള ഒരു എനിക്കൊന്ന് ബർമൂഡ പോലെ അല്ലെങ്കിൽ സ്പ്രിംഗ് 3 പടമാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. ബർമുഡ, ഒന്ന് സ്പ്രിംഗ്, ഒന്ന് നമ്മുടെ റേച്ചൽ. അതിലിപ്പോ റേച്ചലാണ് നമ്മൾ ഫസ്റ്റ് ഇറക്കാൻ പോകുന്നത്. മറ്റേ രണ്ട് ഇത്രയും മറ്റേത് സമയത്ത് വന്ന റേച്ചൽ കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഞാൻ മറ്റേ 2 പടവും ഇറക്കും. ഈ ഒരെണ്ണം ഇറങ്ങാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഞാൻ പടപട ബാക്കിയുള്ള എല്ലാം തീർക്കും. പുതിയ പ്രോജക്റ്റുകൾ 3-4 നീക്കി വെച്ചിട്ടുണ്ട്. അടുത്ത പ്രൊജക്റ്റിലോട്ട് ഇമ്മീഡിയറ്റ് കയറും. പ്രൊഡ്യൂസർ ആയിട്ട് തന്നെ. അതെ അതെ, ഇനി മറ്റേ പ്രൊജക്ട് ഡിസൈൻ പരിപാടിയിലേക്ക് ഫോക്കസ് ചെയ്യും. അതുകൊണ്ട് അങ്ങനെയും വർക്കുകൾ ഞാൻ പിടിക്കുന്നുണ്ട്. ലാസ്റ്റ് പിടിച്ചാലുള്ള ആശകളായിരുന്നു. ഇനി അങ്ങോട്ട് 2 പടങ്ങൾ വന്ന് നിപ്പുണ്ട്. ഓക്കെ. റേച്ചലിന് പുറകെ മറ്റേ 2 മോഡേൺ റിലീസ് ഉണ്ടാവും. ഈ ഇക്കടെ കൂടെ ഉണ്ടായിരുന്ന ഇപ്പൊ മാറ്റിനിയിലുണ്ടായിരുന്ന മാറ്റിനി സെപ്പറേറ്റ് ആയി പിരിയുന്നു. കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പലരും പല ഇഷ്യൂവിന് മുന്നേയും വന്നിട്ടുണ്ട്. ഈ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പിരിഞ്ഞു പോയി, ഇക്കയ്ക്ക് മാത്രം ഇങ്ങനെ ഒരു വിവാദങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന എന്തുകൊണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ട്? എന്റെ സമയമായിരിക്കും. നമ്മളതിന് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അങ്ങനെയൊന്നും ആലോചനകളിൽ പോയിട്ടില്ല. ഇല്ല. ഈ ഒരു ഇഷ്യൂ വന്നു കഴിയുമ്പോൾ അതിനെ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ്, ഹീൽ ചെയ്യുന്നത് എങ്ങനെയാണ്? അത് പടച്ചവന്റെ സഹായമാണോ? അവിടെ നിന്ന് കിട്ടുന്ന ഒരു വിൽ പവർ തന്നെയാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. ഈ പ്രസ് മീറ്റില് വിതുമ്പുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പം പ്രസ് മീറ്റിലെ ഇക്കൊന്ന് ശബ്ദം ഇടറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഇങ്ങനെ ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പം എപ്പോഴെങ്കിലും കരച്ചിൽ വരെ എത്തിയിട്ടുണ്ടോ? ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല, ഇങ്ങനെ എല്ലാവരും തുടർച്ചയായി സൈബർ അറ്റാക്ക് ചെയ്യുന്നു, പല രീതിയിലും പല മോശം ഇപ്പം സ്ത്രീ വിഷയം പറഞ്ഞ വരെ വളരെ കമന്റുകൾ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പൊ ഞാൻ ആലോചിച്ചിട്ട് ഇങ്ങനെ കമന്റ് ഇടുന്നുണ്ടെങ്കിൽ ഇതിന്റെ എന്തെങ്കിലും ഒരു സംഘടിതമായ ഒരു ബുദ്ധി അതിന്റെ പുറകിലുണ്ടെന്ന് നമ്മൾ പേഴ്സണലി ചിന്തിച്ചിട്ടുണ്ട്. നമുക്കത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഇതിന്റെ പിന്നിൽ സംഘടിതമായിട്ട് തന്നെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ ആദ്യ സമയത്ത് എങ്ങനെ ഓവർകം ചെയ്തു? കരഞ്ഞിട്ടുണ്ടോ? ഐ മീൻ ഞാൻ അങ്ങനെ കരഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് ഇന്നലെ പിന്നെ അതങ്ങനെ എനിക്ക് മോൻ്റെ കാര്യം ആലോചിച്ചപ്പോൾ പെട്ടെന്ന് എനിക്കത് വന്നു പോയിന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയുണ്ട്, ഞാൻ ഭാര്യയായിട്ട് ഞാനും ഭാര്യ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. പിന്നെ എൻ്റെ കൂടപ്പിറപ്പുകളുണ്ട്, അവരുടെയൊക്കെ വിഷമമാണ് എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത്. കൂടപ്പിറപ്പുകൾ അവരൊക്കെ ഈ സിനിമാ മേഖലയിൽ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ അവരുടെയൊക്കെ നാട്ടിൽ അവരുടെ അവസ്ഥ ഭയങ്കര മോശമായിരിക്കുമല്ലോ. അവർക്കൊക്കെ ആങ്ങളെക്കെതിരെ ഇങ്ങനെ ഒരു സംഭവം വരുന്നു, അനിയനെതിരെ ഉള്ള അവരുടെ ഒരു വിഷമമൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഒരു നമുക്കൊട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യങ്ങളാണ്. ഇപ്പം എല്ലാത്തിനും ഒരു ക്ലാരിറ്റി ഇന്നലത്തോടു കൂടി ഏറെക്കുറെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കാം അല്ലേ? അല്ല, ഞാൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതെല്ലാം തെളിവ് സഹിതം വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഈ സിനിമയിൽ ശാശ്വതമായ ശത്രുതയോ മിത്രതയോ ഒരിക്കലില്ല. സിനിമയിൽ ശാശ്വതമായ ശത്രുത ഒരിക്കലുമില്ല. ഇപ്പൊ ഇനി അടുത്തൊരു പടത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ഹരീഷ് കണാറിന് അഭിനയിക്കും തോന്നുന്നുണ്ടോ? അത് പുള്ളിയുടെ ഇഷ്ടമാണ്. വിളിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വം, അഭിനയിക്കുക എന്നുള്ള പുള്ളിയുടെ തീരുമാനം. പുള്ളിയുടെ കരിയറിൽ ഇത്രയും വലിയൊരു ഗ്യാപ്പ് വന്നത് പുള്ളിയുടെ തന്നെ ഒരു ഇഷ്യൂ കൊണ്ട് തന്നെയാണ്. അല്ലാണ്ട് ഈ ഞാൻ പറഞ്ഞ പുള്ളിയുടെ ഇഷ്യൂ മാത്രമേ ഞാൻ പറഞ്ഞേ, കാലങ്ങളനുസരിച്ച് മാറ്റങ്ങൾ സിനിമയിൽ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം പല ആൾക്കാരും പഴയതുപോലെ താഴത്തോട്ട് പോയി. എന്തോരം ആർട്ടിസ്റ്റുകളെ നമുക്ക് എന്തോരം പേര്, പരീക്ഷ തന്നെ വേണമെന്നില്ലല്ലോ, എന്തോരം പേരുടെ അവസ്ഥ നമുക്ക് ആലോചിക്കാം. പണ്ടുണ്ടായിരുന്ന എന്തോരം ആർട്ടിസ്റ്റുകൾ ഇപ്പം ഇല്ല. വല്ലപ്പോഴൊക്കെ ഒരു പടവിൽ ഇവർക്ക് കിട്ടുള്ളൂ. എന്തോരം പേര് നമ്മുടെ മുന്നിൽ ഉദാഹരണമുണ്ട്. എന്തോരം പേര് എന്നെ വിളിക്കാറുണ്ട്, ഒരുപാട് പേര് വിളിക്കാറുണ്ട്. അവസരങ്ങൾ ഏതെങ്കിലും പടത്തിലൊക്കെ ഒന്ന് വേഷം മേടിച്ച് താടാന്നും പറയുന്നത് ഒരുപാട് പേര് വിളിക്കാറുണ്ട്. കഴിയുന്നൊക്കെ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്, മാക്സിമം ശ്രമിക്കാറുണ്ട്. ഇక അപ്പം എന്താണ് ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്ന് പറക്കാൻ പറ്റട്ടെ, വിവാദത്തിന് മുകളിൽ കൂടെ ഓവർകം ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.